പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട ഈ നയതന്ത്ര സംഘത്തെയൊക്കെ തീരുമാനിച്ചപ്പോൾ കേന്ദ്ര സർക്കാർ ആളുകളെ തീരുമാനിച്ചപ്പോൾ ശശി തരൂരിന്റെ പേര് വന്നതിനെ ചൊല്ലി വലിയ ചർച്ചകൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് കോൺഗ്രസിനോട് ചോദിച്ചില്ല, അവർ നൽകിയ പട്ടിക സ്വീകരിച്ചില്ല എന്നൊക്കെ പറഞ്ഞു. ഇന്നലെ അമേരിക്കയിലേക്കാണ് ശശി തരൂർ പോയത്. അവിടെ പോയി അവിടെയുള്ള ആളുകളോട് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ ശശി തരൂരിന് ഒരു പ്രസംഗമുണ്ട്. വേണമെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് കാര്യമായി ആളുകൾക്ക് എല്ലാവർക്കും ലോകത്തിന് മുഴുവൻ കേൾക്കാൻ തരത്തിൽ വേണമെങ്കിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പ്രസംഗമായിരുന്നു. എന്തുകൊണ്ട് ശശി തരൂരിനെ ഉൾപ്പെടുത്തിയതിന് ഏറ്റവും കൃത്യമായ ഒരു പ്രസംഗം കൂടിയായിരുന്നു അത്. എല്ലാവരും കേൾക്കേണ്ട ഒരു പ്രസംഗം കൂടിയാണ്. ആ ഭീകരവാദത്തിനെതിരെ കടുത്ത നിലപാടെടുക്കുന്നുവെന്ന ഗയാന പ്രസിഡന്റ് ഇർഫാൻ അലി ശശി തരൂരിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘവുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഈ പ്രതികരണം. എല്ലാ തരത്തിലുമുള്ള ഭീകരതയും ഗയാന എതിർക്കുന്നുവെന്നും അലി വ്യക്തമാക്കി. Well, Guyana has consistently made it very clear that terrorism and extremism has no place in this world. Terrorism and extremism is against every aspect of human dignity, and we reject it in every shape and form, and we believe that everything must be done to ensure that terrorism and extremism is defeated at every front. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അർജുൻ, നയതന്ത്ര സംഘം ഇന്ത്യയുടെ നിലപാട്, ഇന്ത്യയുടെ ശബ്ദം ലോകത്തെ മുഴുവൻ കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വിജയം കാണുന്നുണ്ട്. എന്തായിരുന്നു ഇന്ത്യയുടെ ലക്ഷ്യം? എന്തിനെയാണ് ഇന്ത്യ എതിർക്കുന്നത്? തീവ്രവാദത്തെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല, അത് ലോകരാജ്യങ്ങൾക്കെല്ലാം ഭീഷണിയാണെന്ന ഇന്ത്യയുടെ നിലപാട് ലോകത്തിന് മനസ്സിലാവുകയാണ്. ആര്യ, ഇന്ത്യയും ഗയാനയും തമ്മിലുള്ള ബന്ധം രക്തബന്ധം എന്നുള്ള കാര്യമാണ് അവിടുത്തെ പ്രധാനമന്ത്രി ഇമ്രാൻ അലി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ശശി തരൂർ നേതൃത്വം വഹിക്കുന്ന ആ ഒരു സർവകക്ഷി സംഘത്തിന്റെ ുള്ള സന്ദർശനം പൂർത്തിയാക്കിയിട്ടുണ്ട്. അവർ ഇന്ന് പനാമയിലേക്ക് തിരിക്കും. ഇന്ന് രാത്രിയോടുകൂടി തന്നെ പനാമയിൽ എത്തുകയും ചെയ്യും. അതിന് മുന്നോടിയായി ഗയാനയിൽ അവിടെ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ നാഷണൽ അസംബ്ലി അംഗങ്ങളെയും മുൻ അംഗങ്ങളെയും വ്യവസായ പ്രമുഖരെയും വ്യവസായ സംഘങ്ങളെയും എല്ലാം കണ്ട് ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ആ നിലപാട് വ്യക്തമാക്കിയതിനു ശേഷം ഈ കൂടിക്കാഴ്ചകൾക്കൊക്കെ ശേഷമാണ് ഗയാനയുടെ നിലപാട് കൃത്യമായിട്ട് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഭീകരതയ്ക്കെതിരെ അത് ലോകത്ത് എവിടെയാണെങ്കിൽ പോലും അതിൽ കൃത്യമായിട്ടുള്ള നടപടി എടുക്കുമെന്നുള്ള കാര്യം, ഒപ്പം തന്നെ ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂറിൽ പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യക്കൊപ്പം പൂർണ്ണ പിന്തുണ തന്നെയാണ് ഗയാന നൽകുന്നത് എന്നുള്ള കാര്യം. മാത്രമല്ല, വളരെ കാലമായി ഇന്ത്യക്കൊപ്പം വലിയ രീതിയിലുള്ള സഹകരണമുണ്ട്, ബന്ധമുണ്ട്. അതെല്ലാം തന്നെ ഉയർത്തിക്കാട്ടി മുന്നോട്ട് പോകുമെന്നുള്ള കാര്യം കൂടിയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ ആരെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ശശി തരൂർ നേതൃത്വം വഹിക്കുന്ന സംഘത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം അവസാനമാണ് അമേരിക്കയിൽ പോകുന്നെങ്കിൽ പോലും അവിടെ സാങ്ഷൻസ് കമ്മിറ്റി, യുഎന്റെ സുരക്ഷാ സമിതിക്ക് കീഴിലുള്ള സാങ്ഷൻ കമ്മിറ്റി അടക്കം അവർ കാണുന്നുണ്ട്. വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കാൻ പോകുന്നുണ്ട്. അതിനെല്ലാം തുടക്കം കുറിക്കുകയാണ് ഗയാനയിൽ നിന്നും. എന്തായാലും ഇന്ത്യയുടെ നിലപാട് ഗയാനയിൽ വ്യക്തമാക്കിയിരിക്കുന്നു. അതിന് പൂർണ്ണ പിന്തുണ ഗയാന സർക്കാരും ഇപ്പോൾ ഇന്ത്യക്ക് നൽകിയിട്ടുണ്ട്. ശരി, അർജുനാണ് വിവരങ്ങൾ നൽകിയത്.